എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. എനിവേ ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ്. അപ്പോൾ ആളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ, അതും ഷാജിസിൻ്റെ സ്ക്രിപ്റ്റ് ലിപിയിൽ വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം, അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ. ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിവേ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത്, പക്ഷേ എല്ലാവരും വന്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അതൊന്നും നീ വിശ്വസിക്കരുത്, നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം എന്നോട് 60-70 ദിവസം എന്ന് പറഞ്ഞാൽ ഇവൻ 130 ദിവസത്തല്ലേ അവൻ നിർത്തിയത്. ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ. കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും നേരെ തിരിച്ചടിക്കും. 100 ആണെങ്കിൽ അത് 130 ആക്കും. അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ, 100, 150 ഒക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും, അല്ലെ ഉണ്ണി സാർ? ഉണ്ണിയേട്ടൻ പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട, ഫെഫ്ക ഇവിടെ ഉണ്ടെന്നുള്ളത്. നീ ആവശ്യമുള്ള അത്ര ദിവസം ഷൂട്ട് ചെയ്യണം, നമ്മൾ കൂടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. ആ അങ്കിളോ ആരെ വേണമെങ്കിൽ വിളിക്കാം, അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏറ്റു, അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി ഊണ് കഴിക്കാം. അതെ, ലിസ്റ്റിന്റെ വീട്ടിലാണോ ഊണെന്നാ ചോദിക്കുന്നത്. ഏതായാലും ഈ ചടങ്ങ് മനസ്സുകൊണ്ട് സാന്നിധ്യം കൊണ്ടൊക്കെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി.